IS വന്ന തകർത്തിലുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നവരുടെ. അതിന് തിരഞ്ഞെടുത്ത സ്ഥലത്താണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഇറാഖിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ചെന്നൈയിലാണ് അത് സെറ്റ് ഇട്ടത്. അതെല്ലാം സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രോസ് താഴേക്ക് വീഴും, അപ്പോൾ അത് എല്ലാം ആവുന്നു. 2 ഹെലികോപ്റ്ററാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ നമ്മളൊരു ആക്സസിൽ നമ്മൾ 2 ഹെലികോപ്റ്റർ കാണുമ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്യും. അടുത്ത ആക്സ് ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ അങ്ങോട്ട് കൊണ്ടായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യും. പക്ഷേ നമുക്കൊരു വൈഡിൽ 3 ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം ഗ്രാഫിക്കലി ആഡ് ചെയ്തു. എന്ത് കാര്യത്തിനും ക്ലാരിറ്റിയാണ് ആദ്യം വേണ്ടത്. ആ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ എക്സ്ട്രീം ലെവലാണ് പുള്ളിക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് അറിയും. അവരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടുത്തെ ലേബർ ചാർജ് അവിടുത്തെ മാൻ പവർ ചാർജും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്കൊന്ന് 8 അവർ വർക്കിനൊക്കെ 25,000 റേറ്റ് വരും അവർക്ക്. പക്ഷേ നമുക്കെന്നാൽ സെനഗലിനെ പോലെ തോന്നുന്ന ഒരു സ്ഥലം നമുക്ക് വേണം. നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഒരു എന്താ പറയുക, ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ മറ്റേ മിലിറ്ററി വന്ന് പാലമണി തീർക്കുമ്പോഴുള്ള പരിപാടിയാണ് നമ്മുടെ പണി. ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. നൈറ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നൈറ്റ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. അവർ നിങ്ങൾ ഷൂട്ടിംഗ് മാറ്റിക്കോ, അതല്ലാതെ അവരുടെ ഒരു സിസ്റ്റം വിട്ടിട്ട് അവർക്ക് ചെയ്യില്ല. നമ്മളെന്ന് പറഞ്ഞാൽ വെറുതെ ലാഡ് വെച്ചിട്ടും കയറിയിട്ട് പെയിൻ്റ് അടിക്കും. അത് തന്നെ ഫീൽ. തിയേറ്ററിലിരുന്ന സിനിമ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്രയും ക്രൗഡും അതിൻ്റെ ഒരു ലാലേട്ടനെ കാണിക്കുമ്പോൾ ആരോ നമ്മൾ തന്നെ ഭയങ്കര എന്താ പറയുക വല്ലാത്തൊരു അവസ്ഥ. തിയേറ്ററിൽ സിനിമ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു ഹോളിവുഡ് സിനിമ കണ്ട ഫീല്, അതാണ് പലരും എമ്പുരാൻ സിനിമ കണ്ടതിന് ശേഷം പറയുന്നത്. അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പൃഥ്വിരാജും സുജിത് വാസുദേവ് ഉൾപ്പെടെ ഒരു വലിയൊരു ടീമിന് അർഹതപ്പെട്ടതാണ്. ആ ടീമിൻ്റെ ഭാഗമായ പ്രൊഡക്ഷൻ ഡിസൈനർ മോഹൻദാസാണ് നമ്മളിപ്പം. സ്വാഗതം. ഇപ്പോൾ ആദ്യമേ ഞാൻ പറയട്ടെ, ഇതൊരു എല്ലാവരും പറയുന്നത് ഞാനൊരു ഹോളിവുഡ് മൂവികളോട് കമ്പയർ ചെയ്യുന്നതാണ് ഈ സിനിമയിൽ എല്ലാവരും സംസാരിക്കുക. അത്രയും ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരു ആർട്ട് ഡയറക്ടർ എന്ന രീതിയിൽ ഈ സിനിമ ഇത്രയും പോലെ ഒരു ലാർജ് സ്കെയിൽ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? ഒരു ഹോളിവുഡ് ഫിലിം മേക്കിംഗ് എന്നൊന്നും അറിയില്ല എനിക്ക്. പക്ഷേ ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു വലിപ്പം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു വലിപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അതിൽ പല ഏരിയകളിലും ഇപ്പം സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. പല ഏരിയയിലും ഖുറേഷി ഇബ്രാഹിം ട്രാവൽ ചെയ്ത് നിൽക്കുമ്പോഴും ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ബെൻസിൻ്റെ ഏറ്റവും കൂടിയ മോഡൽ ബെൻസിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അയാളുടെ ഒരു വലുപ്പത്തിനനുസരിച്ച് ആ ഖുറേഷി ഇബ്രാഹിമിൻ്റെ ഒരു വലുപ്പമാണ് ആ സിനിമയിൽ കാണുന്നത്. അപ്പോൾ അത് ഒരു ആർട്ട് ഡയറക്ടർ എന്ന് വെച്ചാൽ എത്രത്തോളം ചാലിച്ചു? കാരണം ഇതിന് മൾട്ടിപ്പിൾ ലൊക്കേഷനിലൂടെ പോകണം. ലൂസിഫർ വളരെ മിനിമമായിട്ടുള്ള ലൊക്കേഷനായിരുന്നു. ലൂസിഫർ എന്ന് ശരിക്കും നമ്മുടെ കേരളത്തിലും പിന്നെ കുറച്ച് മറ്റേ ബാംഗ്ലൂരിൽ കുറച്ച് റോഡ് ഷൂട്ട് ചെയ്തു ഞങ്ങൾ. പിന്നെ ബോംബെ, പിന്നെ ലക്ഷദ്വീപിലൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്തു. ഇത്രയും ഇതുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ പല സ്ഥലത്ത്, പിന്നെ ചെന്നൈയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ബോംബെയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഹൈദരാബാദ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, രാജസ്ഥാനിലല്ല മറ്റേ ഗുജറാത്തിലാണ് ചെയ്തിട്ടുള്ളത്. രാജസ്ഥാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, ഗുജറാത്തിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡൽഹി, ഷിംല, ലഡാക്ക് ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ത്യയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഔട്ട് ഓഫ് ഇന്ത്യയും നമ്മൾ കുറേ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിൽ അബുദാബി, ദുബായ് ആ ഏരിയയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ UK സെൻട്രൽ ലണ്ടനിൽ വേറൊരു UK തന്നെ വേറെ സ്ഥലങ്ങളിൽ, പിന്നെ അമേരിക്കയിലും കുറേ സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗോസ്റ്റ് ടൗണിലൊരു ബ്ലാസ്റ്റ് കാണിച്ചുകൊണ്ടാണ്. അതെ. എങ്ങനെയായിരുന്നു അതിനൊരു സീൻ കൺസീവ് ചെയ്തത്? സ്ക്രിപ്റ്റിൽ പറയുന്നത് ഖർഗോഷ് എന്ന് പറയുന്നത് ഇറാഖിലെ ഒരു ഗോസ്റ്റ് ടൗൺ. അത് IS വന്ന തകർത്തിലുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ടൗൺഷിപ്പാണ്. ആ ടൗൺഷിപ്പിൽ വെച്ചിട്ടാണ് ആ മീറ്റിംഗ് നടക്കുന്നവരുടെ. അതിന് തിരഞ്ഞെടുത്ത സ്ഥലത്താണ്. അപ്പോൾ അത് നമുക്കൊരിക്കലും ഇറാഖിൽ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ട്, ഗൂഗിളിൽ കഴിഞ്ഞാൽ കിട്ടും നമുക്ക്. പക്ഷേ നമ്മളത് അതുമാതിരി ടിപ്പിക്കൽ ആ ഒരു സ്ഥലം എങ്ങനെ ഇരിക്കുന്നു അതേപോലെ തന്നെ അല്ല നമ്മൾ ചെയ്തിരിക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി അതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു 10-40 വർഷത്തെ ഒരു ഏജിങ് ഒരു ഏരിയയൊക്കെ ഉള്ളൂ, ഹിസ്റ്ററി ഉള്ളൂ അതിനകത്ത്. പക്ഷെ നമ്മളത് ഒരു 100-200 ഇയേഴ്സ് അങ്ങനെയുള്ള ഒരു ഹിസ്റ്ററി തോന്നുന്ന രീതിയിലുള്ള കുറച്ച് പഴയ ബിൽഡിങ്ങുകളും പരിപാടിയും കാര്യങ്ങളും ആയിട്ടുള്ള ഒരു സ്ഥലങ്ങളായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെന്നൈയിലാണ് അത് സെറ്റ് ഇട്ടത്. പക്ഷേ നമ്മൾ ആ സെറ്റ് നമ്മൾ പല ഔട്ട് ഓഫ് ഇന്ത്യയിൽ പോയി ചെയ്യാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു നമുക്ക്. അതിൽ ഒരു ഡെസേർട്ടിൻ്റെ ഒരു ഫീല് കിട്ടുക. ഇപ്പം ഇറാഖ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളടിക്കുമ്പോൾ എപ്പോഴും ഒരു മറ്റെന്താ പറയുക മണലാരണ്യം എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു മൂഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്പോൾ അത് പുറത്ത് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്ഷൻ എന്താ പറയുക കോസ്റ്റിനെ കുറിച്ചിട്ടും അപ്പോൾ അത് എൻ്റെ ഒരു എങ്ങനെ പോലും ഇന്ത്യക്ക് പുറത്തു പോകാന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഇന്ത്യയിൽ തന്നെ ഒരു സ്ഥലം, അല്ലെങ്കിൽ നമുക്ക് നിയർ ബൈ നമുക്ക് എപ്പോഴും കംഫർട്ടായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ളൊരു പ്ലാൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെന്നൈയിലൊരു സ്ഥലം നമ്മൾ വേറൊരു ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. നമ്മൾ പല സ്ഥലത്തും പല സിനിമകൾക്കും വേണ്ടിയിട്ട് സെറ്റുകൾ നമ്മൾ പോയി നോക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് കൺവെർട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ആക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കൊരിക്കലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മോഡൽ സ്ഥലം കിട്ടിയിട്ടില്ലായിരുന്നില്ല. അങ്ങനെ ഒരുപാട് സെറ്റുകൾ പല സിനിമയ്ക്കും ഉണ്ട്. ഹിന്ദി സിനിമയ്ക്കും തെലുങ്ക് സിനിമയ്ക്കും തമിഴ് സിനിമയ്ക്കും മലയാള സിനിമയ്ക്കൊക്കെ ആയിട്ടുള്ള സെറ്റുകൾ പല സ്ഥലത്തും കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഇപ്പം രാമോജിയിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരു ടൗൺ കിട്ടാനില്ല നമ്മൾ ഉദ്ദേശിച്ച മാതിരി.
അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ഇട്ടേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ നമ്മൾ അതിനുള്ള സ്ഥലം കൂടി ഇപ്പം പാരലി നമ്മൾ പല ലൊക്കേഷൻ അന്വേഷിക്കുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ ലൊക്കേഷനും നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ സമയത്ത് നമുക്ക് ചെന്നൈയിൽ സെറ്റിന് സ്ഥലം അവൈലബിൾ ആയി. അങ്ങനെ നമ്മൾ അവിടെ തന്നെ സെറ്റ് ഇട്ടത്. ആ സെറ്റിൽ പറഞ്ഞ ഒരു ബ്ലാസ്റ്റ് നടക്കുകയാണ്. അതൊരു ഒരു ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ലാൻഡാണ്. അവിടെ ഒരു ബ്ലാസ്റ്റ് നടക്കുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ചർച്ച്, ആ ചർച്ചിൽ നിന്ന് നേരെ ഒരു ക്രോസ് നേരെ പൊളിഞ്ഞ് നേരെ താഴേക്ക് വീഴുകയാണ്. അത് വീഴുന്ന ഒരു എൽ ഷേപ്പിലായിരുന്നു. അല്ല, അതെല്ലാം സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. ക്രോസ് താഴേക്ക് വീഴുന്നു, അപ്പോൾ അത് എല്ലാം ആവുന്നു. അത് പക്ഷേ അത് സ്ക്രിപ്റ്റ് അത് എഴുതി വെക്കാൻ നമുക്ക്, പക്ഷെ അതിന് ചെയ്ത് മോഹൻലാലിലേക്ക് പോവുകയാണ്. അതങ്ങനെ തന്നെ സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ അങ്ങനെ തന്നെ എന്ന് വെച്ചാൽ കുറച്ച് ആ പഴയ അവിടെ ഉണ്ടായിട്ടുള്ള കലാപത്തിൽ കുറച്ച് ചർച്ചിനും ചർച്ചിൻ്റെ ഇൻറ്റീരിയറിലും അതേമാതിരി നമ്മുടെ ആ ക്രോസിനൊക്കെ ചെറിയ ഡാമേജ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നീട് നമ്മളത് ആ ക്രോസ് വീഴാൻ തരത്തിലാണ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് സെപ്പറേറ്റ് ഷോട്ടാണ്. ആ ക്രോസ് ഇങ്ങനെ വീഴുന്നു, അതിൻ്റെ ഡസ്റ്റിൻ്റെ ഇടയിൽ കൂടെ വീഴുന്നു. ആ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മോൾ ഭാഗത്തെ, അത് നിങ്ങളത് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റാം, മോൾ ഭാഗത്തെ കമ്പി മാത്രമേ ഉള്ളൂ. ആ കമ്പി അങ്ങനെ വന്ന് ബെൻഡായി താഴെ ഫ്ലോറിൽ വന്ന് ഇടിച്ച് അങ്ങനെ എല്ലാം നിൽക്കുന്നു. ഈ സൈഡത്തെ കമ്പി മാത്രമേ ഉള്ളൂ. ഇത് മാത്രം ഫുൾ എന്താ പറയുക സോളിഡ് ഇതാണ്. ഇതും ഈ ഇതിൽ കമ്പി മാത്രമേ ഉള്ളൂ. മറ്റേ കമ്പി ബെൻഡായിട്ട് എല്ലായി മാറി. അങ്ങനെ സെറ്റ് ചെയ്തിരിക്കും. അങ്ങനെയാണ്. അത് എങ്ങനെയാണ് ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? നിങ്ങൾ ആർട്ടിൻ്റെ ഒരു വർക്ക് എന്തായിരുന്നു അതിൽ? ഇങ്ങനെ അല്ല, ആർട്ടിൻ്റെ വർക്ക് തന്നെയാണ് അത്. ക്രോസ് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ക്രോസ് ഉണ്ടാക്കുക, പിന്നെ അതിനൊരു ഡാമേജ്, അതിൻ്റെ ഒരു കോൺക്രീറ്റിൻ്റെ ഒരു പീസായിരിക്കും അത്. ആ ഒരു എൽ ഷേപ്പിൽ വരുന്നത് ക്രോസ് കോൺക്രീറ്റ് ആണ്. പക്ഷേ ബാക്കിയുള്ള കോൺക്രീറ്റെല്ലാം കഴിഞ്ഞ ബ്ലാസ്റ്റിൽ പോയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കമ്പി മാത്രം കാണിച്ചുള്ളൂ. കുറച്ച് നമ്മൾ മറ്റേ എഡ്ജ് ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അത് അടിച്ച് വീഴുമ്പോൾ അതങ്ങ് സ്പ്ലിറ്റായി പോയി എല്ലായി മാറുന്നു. അത് കറക്റ്റ് പ്ലാനിങ് ആണ്. അത് പ്ലാൻ ചെയ്ത് അങ്ങനെ തന്നെയാണ്. നമുക്ക് ചില ഒരു സാധനം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ആവശ്യത്തിന് കൊണ്ട് വീഴുക, ആ ഷോർട്ട് റെഡി അല്ലെങ്കിൽ വീണ്ടും നിവർത്തുക. അപ്പോൾ നമ്മൾ മുകളിൽ ഒരാളെ കയറ്റി എടുത്തിട്ട് റോപ്പിട്ട് വെച്ചിട്ടിരിക്കുകയാണ് ആ സംഗതി. ഫസ്റ്റ് ഇൻട്രോ സീൻ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണാൻ പോകുന്നത് 2002 ഒരു. അതെ അതെ അതെ. അവിടെ ഗുജറാത്തിൽ നടക്കുന്നൊരു കലാപം. അവിടെ ഒരു കൂട്ടം ആളുകൾ രക്ഷപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിയാണ്, ഹവേലിലേക്ക്. അവിടെ ഒരു വലിയ ഗേറ്റും അതും ഒരു വലിയൊരു വാസ്റ്റായിട്ടൊരു സ്പേസ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നത്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്? അത് ചില നമ്മളിപ്പം അതിനകത്ത് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്ന ഒരു ഫാം ഹൗസ് ഹവേലി എന്നാണ് പറയുന്നത്. നമ്മളത് നോക്കിയിട്ട് ഞാനും അസോസിയേറ്റ് ഡയറക്ടറും ആവേയും കൂടി ഒത്തിരി അലഞ്ഞിരിക്കുന്നു. ഒരുപാട് സ്ഥലത്ത് കൂടെ അലഞ്ഞാൽ ഒരുപാട് സ്റ്റേറ്റിൽ, പിന്നെ രാജസ്ഥാൻ, ഹരിയാന, പഞ്ചാബ്, പിന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, ഓൾ ഇന്ത്യ എന്ന് പറയും. നമ്മൾ പല സ്ഥലത്തുനിന്നും ബീഹാർ, ഒറീസ ഇതൊക്കെ നമ്മൾ ഗൂഗിളിൽ നോക്കിയിട്ട് പല സ്റ്റേറ്റുകളും എവിടെയുണ്ടോ സംഭവം. അങ്ങനെ UP-യിൽ അങ്ങനെ ഒരുപാട് റെഫറൻസിനിടയ്ക്ക് മറ്റേ അന്വേഷണങ്ങൾക്കും ഗൂഗിളിൽ നോക്കിയിട്ട് പല പാലസുകളും ഇതൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ഈ ഒരു പാലസ് അവൈലബിൾ ആണ്. നമുക്ക് പാലസിൽ ഫ്രണ്ടിൽ നമുക്ക് വേണ്ടത് അതിൽ കാണുമ്പോൾ ഉള്ളൊരു മറ്റേ ഒരു 5 ഏക്കർ സ്ഥലം 6 ഏക്കർ സ്ഥലമുണ്ട്. അപ്പോൾ ശരിക്കും അതിനകത്ത് ഉണ്ടായിരുന്നു. അത് ഫുൾ ഗാർഡൻ ആയിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്താണ് നമ്മൾ. ഗാർഡൻ കഴിഞ്ഞ് പിന്നെ ഒരു ഗേറ്റ് വരണം. ആ ഗേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സ്ഥലം വേണം. അവിടെയാണ് ആ വണ്ടികളെല്ലാം സറൗണ്ട് ചെയ്ത് നിൽക്കുന്നു. ആ ഹോണടിയും സാധനങ്ങളും, പിന്നെ ക്ലൈമാക്സ് വരുമ്പോൾ അത്രയും വണ്ടികൾ വന്ന് നിൽക്കാനുള്ള സ്പേസ് അതൊക്കെ വേണം. അവിടേക്ക് വണ്ടി വരാനുള്ള സ്പേസ് വേണം. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഗ്രാനറി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അവിടെയാണ് ആ തീപിടുത്തം ഇതൊക്കെ ഉണ്ടാകുന്നത്. മറ്റേ അതിൻ്റെ ഉള്ളിലുള്ള കലാപത്തിൻ്റെ ഒരു മേജർ പോർഷൻ ഷൂട്ട് ചെയ്യുന്ന അതിൻ്റെ ഇൻറ്റീരിയർ നൈറ്റ് ഉള്ളതാണ്, ഫ്ലാഷ് ബാക്കിലുള്ളത്. അത് കഴിഞ്ഞ് ഒരു മാഷ് ലാൻഡ് ഉണ്ടാക്കണം. അതിന് അത്രയും സ്പേസ് നമുക്കിങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടണം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കിട്ടുമോ എന്നുള്ളതൊരു, ഇപ്പോൾ ഒരു പാലസ് കിട്ടുകയാണെങ്കിൽ, പാലസ് കിട്ടിയാൽ തന്നെ നമുക്ക് ഇത്രയും ഏരിയകൾ സെറ്റ് ചെയ്യാനുള്ള എക്സ്പെൻസും പരിപാടിയും കാര്യങ്ങളും. അപ്പം പാലസ് ഉൾപ്പെടെ ചെയ്യുമ്പോഴേക്കും ഒരു ഹ്യൂജ് എമൗണ്ട് വരും. അപ്പോൾ നമ്മൾ ആ പാലസ് ഒഴികെ ബാക്കിയുള്ള സ്പേസ്, പാലസ് നമുക്ക് ഒറിജിനലായിട്ടും ബാക്കിയുള്ള സ്പേസ് നമുക്ക് സെറ്റ് ചെയ്യണമെന്നുള്ളൊരു പ്ലാനിൽ ആണ് അന്വേഷിച്ചത്. നമ്മുടെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ഇങ്ങനെ ഇൻഫോം ചെയ്തിരുന്നു അത് സെറ്റ് ഇടാം എന്നുള്ള പരിപാടി നടക്കുള്ളൂ. ഇങ്ങനെ ഒരു എന്താ പറയുക, ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ ടൂർ മാതിരിയാണ്. ഞങ്ങളിങ്ങനെ പോയി നോക്കിക്കൊണ്ടേയിരിക്കും എല്ലാ സ്ഥലത്തും കൂടി. അപ്പോൾ പിന്നെ ഞങ്ങൾ ഒരു മാസം കൂടി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞു. ഞാനും ഭാവിയും കൂടി സംസാരിച്ചിട്ട് ഒരു മാസം കൂടി ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്കൊരു തീരുമാനത്തിലെത്താൻ തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ ഗുജറാത്തിൽ എനിക്ക് തോന്നുന്നു 2-3 പ്രാവശ്യം പോയതിന് ശേഷമാണ് നമ്മൾ ഈ സ്ഥലത്ത് എത്തുന്നത്, മുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നത്. അപ്പോഴേക്കും നമ്മളുടെ അവിടുത്തെ ലൊക്കേഷൻ മാനേജേഴ്സിനൊക്കെ പിടികിട്ടിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം എന്താണെന്നുള്ളത്, അവർ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ സ്ഥലം പറഞ്ഞപ്പം ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ ഗാർഡനാണ് അതിൻ്റെ ഫ്രണ്ട്. അപ്പോൾ ഞാൻ ഗാർഡൻ മൊത്തം റിമൂവ് ചെയ്യാൻ പറ്റും വെച്ചാൽ എനിക്ക് ഒരു 18 ഇയർ അല്ലെങ്കിൽ 90 ഇയർ ഹിസ്റ്ററിയിലൊരു പാലസാണത്. അത്രയും കുറച്ച് അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഇമോഷണൽ കണക്ഷൻസൊക്കെ ഉണ്ട് അതിനകത്ത്. അവിടെ ഒരു കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയൊരു സിങ് ഉണ്ടായിരുന്നു. ആ സിങ് ഒക്കെ റിമൂവ് ചെയ്യണം. പിന്നെ മൊത്തം മരങ്ങളുണ്ടായിരുന്നു, 10-32 മരങ്ങൾ, അതെല്ലാം റിമൂവ് ചെയ്യണം. ഇത് പെർമിഷൻ കിട്ടും. ഒരു അങ്ങനെ അതിന് നല്ല പെർമിഷൻ തന്നു.
പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പിന്നെ 10-22 വർഷമായിട്ട് അവിടെ താമസമില്ല, ഫുൾ അബാൻഡായിട്ടും മറ്റേ എന്താ പറയുക കത്തിപ്പിടിച്ച മാതിരി തകർന്നടിയ രീതിയിലാക്കാനും അതിൻ്റെ റെഫറൻസും കാര്യങ്ങളും ജസ്റ്റ് പുള്ളിനെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആക്കി തരാമെന്ന് പറയുന്നു. അപ്പോൾ എൻ്റെ ബാക്കി പ്രൊഡക്ഷനായിട്ട് സംസാരിച്ച് അവർ ഒരു എമൗണ്ട് ഒക്കെ ഫിക്സ് ചെയ്ത് നമ്മളത് ഫൈനൽ ചെയ്ത സംഭവം. അങ്ങനെ അവിടെയാണ് ഷൂട്ട് ചെയ്തത്. ആ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെ ക്ലൈമാക്സ് സീൻസ് ഈ പറഞ്ഞ പോലെ ഒരുപാട് മാറ്റങ്ങൾ മീൻസ് ആ ഒരു റൂയിൻഡ് ആക്കി എടുക്കുക. അതെങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു പ്രോസസ്സ്? മാറ്റങ്ങൾ എന്ന് വെച്ചാൽ നമ്മളിപ്പം എൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ഒരു 45 days ഷൂട്ടിംഗ് ഷെഡ്യൂളായിരുന്നു അത് പ്ലാൻ ചെയ്തിരുന്നത്. അത് ആദ്യം നമ്മൾ എൻ്റെ ഫ്ലാഷ് ബാക്ക് ഷൂട്ട് ചെയ്യുന്നു. അതായത് ഫ്രഷ് ആയിട്ടിരിക്കുന്ന അവിടെ ഗ്രാൻഡറി ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സമയത്ത് അവിടെ എല്ലാം ലൈവായിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് അതൊരു എനിക്ക് തോന്നുന്നു ഒരു 22-25 ദിവസത്തെ ഒരു പരിപാടി ഷെഡ്യൂളായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് പോർഷൻസ് നമ്മൾ നമ്മുടെ വേറെ ഒരു ബജ്ജറങ്കിയുടെ വീട്, പിന്നെ അവർ വേറെ കുറച്ച് റോഡ്, പിന്നെ വേറെ ഒരു നമ്മുടെ ടൈലൻഡ് പോർഷൻ, അങ്ങനെ പുറത്ത് എനിക്കൊരു 10 days to 12 days ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയത് 8 days അങ്ങോട്ടാണ് തോന്നുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ ആ സമയം നമ്മൾ ഇത് മേക്ക് ഓവർ ചേഞ്ച് ചെയ്യാനുള്ള സമയം എടുത്തിട്ടത് അങ്ങനെ ചെയ്തത്. ഇത് കഴിഞ്ഞ പിന്നെ സ്റ്റീഫൻ്റെ അല്ല ഖുറേഷിയുടെ ഇൻട്രോ സീൻ എന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര ഹ്യൂജ് പരിപാടിയാണ്. കാരണം ഒരു ബ്ലാസ്റ്റ് ഉണ്ട്, ഹെലികോപ്റ്ററുകൾ വരുന്നുണ്ട്, ട്രക്കുകളുണ്ട്. സോ എങ്ങനെ ആയിരുന്നു ആ ഒരു മേക്കിംഗ് പ്രോസസ്? അതിൻ്റെ ഒരു പൃഥ്വി തന്നിരുന്ന ഒരു ബ്രീഫ് എന്തായിരുന്നു? ഡയറക്ടർ തരുന്ന ബ്രീഫ് അല്ല, സംബന്ധിച്ച് അറിയോ, അതിനകത്ത് സ്ക്രിപ്റ്റിൽ അതിനകത്ത് ഉണ്ട് സംഭവം. അപ്പോൾ നമുക്ക് അതിനകത്ത് ആപ്റ്റായിട്ടുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കും. പക്ഷേ അതിനകത്ത് പറയുന്നത് സെനഗൽ എന്ന് പറയുന്ന ആ സ്ഥലം പറയുന്നത് നമ്മൾ മറ്റേ ആ ഒരു എപ്പിസോഡ് നടക്കുന്ന സെനഗൽ എന്നാണ് നമ്മൾ സ്ഥലം നമ്മളെ സ്ക്രിപ്റ്റിൽ പറയുന്നത്. പക്ഷെ നമുക്കൊരിക്കലും സെനഗലിൽ പോയിട്ട് ഇത്രയും വലിയൊരു ക്രൂ, ഒരു സെറ്റപ്പ്, ഹെലികോപ്റ്ററും ഒക്കെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ മറ്റേ അങ്ങനെ ഇത്രയും ഒരു വലിയൊരു കോൺവോയ് ഉണ്ട്. ആ കോൺവോയ് മറ്റേ നമ്മൾ ബ്ലാസ്റ്റിങ്ങും മറ്റേ ഫയറിങ്ങും ഒക്കെ വെച്ചിട്ട് മറ്റേ അത് നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ട്രക്കുകൾ ബ്ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ഇത്രയും വലിയൊരു ബ്ലാസ്റ്റിനിങ്ങനെ ഫയറിങ്ങിനും വേണ്ട ഒരു ക്രൂ എന്ന് പറഞ്ഞ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാർ അവർ തന്നെ ഒരു വലിയ 10-25 പേരുള്ള ഒരു വലിയ ക്രൂ ഉണ്ട്. ഫൈറ്റേഴ്സ് മറ്റേ ഫൈറ്റേഴ്സിൻ്റെ ഒരു വലിയ ക്രൂ, ഫൈറ്റ് മാസ്റ്റർ, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ വലിയൊരു ക്രൂ വരുന്നുണ്ട് അതിനകത്ത്. ഇത്രയും ആളുകളെയും കൊണ്ട് നമ്മളവിടെ പോയി പിന്നെ ആ ഹെലികോപ്റ്റർ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് അങ്ങോട്ട് ഷിപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവിടെ പോയി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ഏരിയയാണ്. അങ്ങനെയാണ് നമ്മൾ ആ എപ്പിസോഡ് എന്തായാലും നാട്ടിൽ ചെയ്യാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ചെയ്യാം എന്നുള്ളൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ട്. പക്ഷേ നമുക്കെന്നാൽ സെനഗലിനെ പോലെ തോന്നുന്ന ഒരു സ്ഥലം നമുക്ക് വേണം ഇവിടെ. അപ്പോൾ അന്വേഷിച്ചിട്ട് നമ്മൾ ഇപ്പം ഞാനും രാജചേട്ടനോട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള സിനിമയാണ് ടിയാൻ എന്ന് പറഞ്ഞ സിനിമ. ടിയാനിൽ നമ്മൾ ലഡാക്കിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ 1-2 ഇതുള്ള പുള്ളിയുടെ മനസ്സിലും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ ഒരു കളർ ടോണാണ് സംഭവം ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ പ്ലാൻ ചെയ്യാമെന്ന് പറയുന്നു. ഞാൻ വാവയും കൂടി പോയി നമ്മൾ ആദ്യം ഒന്ന് പോയി നോക്കുന്നു ലൊക്കേഷൻ. ഒരാഴ്ച നോക്കിയിട്ട് നമുക്ക് ലൊക്കേഷൻ കിട്ടിയില്ല. അപ്പോഴേക്കും ശരിക്കും എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ സമയത്താണ് ലൊക്കേഷൻ നോക്കുന്നത്. ഭയങ്കര തണുപ്പായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോന്നിട്ട് പിന്നെ നമുക്ക് അപ്പം പിന്നെ ഇതാദ്യം നമുക്കൊരു മാർച്ചിലേക്കൊക്കെ വേണമെങ്കിൽ മാർച്ച് ഏപ്രിലൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്നുള്ളൊരു പരിപാടി വരുന്നു. വീണ്ടും ലൊക്കേഷൻ നോക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഞങ്ങൾ തണുപ്പ് തന്നെ വീണ്ടും പോയി രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ പോയിട്ട് ആ സ്ഥലം കിട്ടിയത്. പിന്നെ അപ്പോൾ വെച്ചാൽ നമുക്ക് അവിടെ വെറുതെ ഒരു സ്ഥലം പറ്റുമല്ലോ. എന്നുവെച്ചാൽ മിലിറ്ററിയുടെ ഏരിയ ഭയങ്കരമായിട്ടുള്ള സ്ഥലമാണ് ലഡാക്ക്, ഇന്ത്യൻ മിലിറ്ററിയുടെ. അപ്പോൾ നമുക്ക് ബ്ലാസ്റ്റിങ്, ഫയറിങ് അതിനുള്ള ഒരു സ്ഥലമായിരിക്കണം. അപ്പോൾ അവർക്ക് അവിടെ പെർമിഷൻ വേണം. ഡ്രോൺ ഷോട്ടുകളുണ്ട്. പല സ്ഥലത്തും ഡ്രോൺ ഷോട്ടിന് മിലിറ്ററി ഏരിയയിൽ ഡ്രോൺ ഷോട്ടിന് പെർമിഷൻ ഇല്ല. അപ്പോൾ അത് ഡ്രോൺ ഉപയോഗിക്കണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിനും ആപ്റ്റായിട്ടുള്ള സ്ഥലം കിട്ടി. അവിടെ അങ്ങനെ ലഡാക്കിലാണത്. അപ്പോൾ ആ ഹെലികോപ്റ്ററുകളൊക്കെ ആ ഹെലികോപ്റ്റർ നമ്മൾ പെരുമ്പാവൂർ വെച്ച് ഉണ്ടാക്കുകയാണ് ചെയ്തത്. നമ്മൾ തന്നെ മറ്റേ അപ്പാച്ചി 64 എന്നാണ് അതിൻ്റെ മോഡൽ പേര് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു 3D മോഡൽ നമ്മൾ ഉണ്ടാക്കി. ആ ഒരു 3D മോഡൽ നമ്മൾ അതൊന്ന് മെഷർമെൻറ്റ് എടുത്തു ഫുൾ. അതിൻ്റെ ആക്ച്വൽ സൈസിലാണ് നമ്മൾ 3D മോഡൽ നമ്മൾ സിസ്റ്റത്തിൽ ചെയ്യുന്നത്. അതിൻ്റെ ആക്ച്വൽ സൈസിൽ നിന്ന് എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ അതിൻ്റെ ഒരു ആക്ച്വൽ സൈസ് ഹെലികോപ്റ്ററിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. നമ്മൾ മൊത്തം 3 ഹെലികോപ്റ്ററാണ് അതിനകത്ത് കാണിക്കുന്നത്. 2 ഹെലികോപ്റ്ററാണ് നമ്മൾ ചെയ്ത്. അപ്പോൾ നമ്മളൊരു ആക്സസിൽ നമ്മൾ 2 ഹെലികോപ്റ്റർ കാണുമ്പോൾ നമ്മൾ ഒറിജിനലായിട്ട് ഷൂട്ട് ചെയ്യും. അടുത്ത ആക്സ് ഓപ്പോസിറ്റ് വരുമ്പോൾ ഈ ഹെലികോപ്റ്റർ അങ്ങോട്ട് കൊണ്ടായിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യും. പക്ഷേ നമുക്കൊരു വൈഡിൽ 3 ഹെലികോപ്റ്റർ വരുന്ന സമയത്ത് നമ്മൾ ഒരെണ്ണം ഗ്രാഫിക്കലി ആഡ് ചെയ്തു. അതെ. ഇതൊരു ബ്ലാസ്റ്റ് സീനാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് സീൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിലെന്തെങ്കിലും എറേഴ്സ് സംഭവിച്ചാൽ എന്ത് ചെയ്യാറ്? അങ്ങനെ ഇല്ല, അതിന് നല്ല സാധ്യത. ഇപ്പം ബ്ലാസ്റ്റ് എടുക്കുന്നതിൽ ഒരു ബ്ലാസ്റ്റിനൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു റിഹേഴ്സൽ ടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. പക്ഷേ ടെസ്റ്റ് അടിക്കുന്നതോടുകൂടി ആ സ്പെഷ്യൽ എഫക്റ്റിൻ്റെ ആൾക്കാർ അത് മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ. പക്ഷേ ആ ബ്ലാസ്റ്റ് ശരിക്കും നമുക്ക് ലെഫ്റ്റിലേക്കാണ് അത് ആ ബ്ലാസ്റ്റ് ചെയ്ത് മറിഞ്ഞ് വീഴേണ്ട വണ്ടി. പക്ഷേ അത് വീണത് റൈറ്റിലേക്ക് വീഴുകയും ഒരു ചെറിയൊരു
കൊക്ക മാതിരി ഒരു സ്പേസ് ഉണ്ട്, ഡീപ്പ് ഏരിയ ഉണ്ട്, അങ്ങോട്ട് മറിഞ്ഞാൽ താഴേക്ക് പോവുകയും ചെയ്തു ആ വണ്ടി. പക്ഷെ അവർക്ക് മനസ്സിലായി എങ്ങനെയാണത് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. കെനൺ വെച്ചിട്ടാണ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കത് അതുകൊണ്ട് അടുത്ത നെക്സ്റ്റ് പരിപാടിയിൽ, പക്ഷേ നെക്സ്റ്റ് ആദ്യത്തെ ഷോട്ട് റെഡിയല്ല, രണ്ടാമത്തെ ഷോട്ടാണ് റെഡി ചെയ്തത്. മൊത്തം 3 ഷോട്ട് എടുത്തു. മൊത്തം 3 ഷോട്ട് എടുത്തു. നമ്മുടെ പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കാണിക്കുന്ന ആ എക്സാക്ട് മൊമെന്റ് എന്ന് പറയുന്നത് ഒരു ബ്ലാസ്റ്റ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നിൽക്കുന്നതാണ്. അപ്പോൾ അന്ന് ഒരുപാട് പേര് പറഞ്ഞു ഇത് ആ പോസ്റ്റേഴ്സിനെ കുറിച്ച് കുറേ ടോക്സ് വന്നായിരുന്നു. അപ്പോൾ ആസ് എ ആർട്ട് ഡയറക്ടർ എന്ത് കണ്ടിരുന്നു ആ പോസ്റ്റർ കണ്ടപ്പോൾ എന്താ തോന്നി? കാരണം എനിക്ക് നാച്ചുറലായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്, നാച്ചുറലായിട്ട് സ്റ്റില്ലാണെന്നുള്ളത് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് വലിയ പ്രത്യേകിച്ച് ക്യൂരിയോസിറ്റി ഒന്നുമില്ല. പക്ഷേ ആളുകൾ ഗ്രാഫിക്സ് ആണെന്ന് പറയുമ്പോൾ അപ്പം അത് ഒറിജിനൽ ആണെന്നുള്ളൊരു സാധനം വരുമ്പോൾ ഒരു വലിയ പരിപാടി ആണല്ലോ എന്നൊരു സാധനം. ഇപ്പോൾ ആസ് എ ആർട്ട് ഡയറക്ടർ ഇത് ഞങ്ങൾ ചെയ്തു വെച്ചതാണ്, ഇത് ഒറിജിനൽ ആണെന്ന് പറയണമെന്നുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. ഇല്ല, ഞാനത് എവിടെയും പറഞ്ഞിട്ടില്ല, അത് ഒറിജിനൽ ആണെന്ന് എവിടെയും പറഞ്ഞില്ല. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ മറ്റേ പോസ്റ്ററിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അത് ലൈവായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള സ്റ്റിൽ എടുത്തിട്ടുള്ളതാണ് അതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ. പക്ഷേ നമ്മളതൊരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന പരിപാടിയൊന്നും ചെയ്തിട്ടൊന്നുമില്ല, ആരും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, പിന്നീട് ആളുകൾക്കൊരു ക്യൂരിയോസിറ്റിയിൽ നിൽക്കുന്നതിൽ നല്ലതല്ലേ എന്നുള്ളതാണ്. ഈ സിനിമയിൽ ഇപ്പോൾ ലാലേട്ടൻ യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണുണ്ട്, ഒരു ഐവറി പിസ്റ്റൾ. ആ പിസ്റ്റൾ ഒരു 2 ഗണ്ണ് ഐവറി ഉപയോഗിക്കുന്നുണ്ട്, ഒരു ഷോർട്ട് ഗണ്ണ് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റിൽ ഗണ്ണിനെ കുറിച്ച് ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ മുരളി ഗോപി എഴുതിയിട്ടുണ്ട്. അത് സ്റ്റീഫൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇതായിട്ടുള്ള ഗണ്ണാണ്. അപ്പോൾ ആ ഗണ്ണ് ഒരുക്കിയത് 2 ഐവറി ഗൺസ് ഒരുക്കിയതിൻ്റെ ഒരു അല്ല, ഗണ്ണ് നമ്മൾ ഇവരായിരുന്ന നമ്മുടെ ഈ ഗണ്ണ് സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ട് നമുക്ക്. ഇപ്പം ബോംബെയിലും ഹൈദരാബാദും പല ചെന്നൈയിലൊക്കെ ഉണ്ട് ഗണ്ണ് സപ്ലൈ ചെയ്യുന്നത്. പക്ഷേ നമ്മളിപ്പം ചൂസ് ചെയ്തിട്ടുള്ളത് ഹൈദരാബാദിൽ നിന്നും നമ്മുടെ ബോംബെയിൽ നിന്നുള്ള ഗണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിലത്തെ ആ പിസ്റ്റള് ബോംബെ ടീമിൻ്റെയാണ്, അത് നമ്മൾ ലൂസിഫറിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ സെയിം ഗണ്ണിനാണിത്. അത് ബ്ലാക്ക് ആയിരുന്നു, നമ്മൾ ഐവറി ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അത് വീണ്ടും തിരിച്ച് ബ്ലാക്ക് അതെ അതെ നമ്മൾ ഐവറി അത് കളർ ചെയ്തിട്ട് ആക്കുന്നു മാത്രമേ ഉള്ളൂ സംഭവം. മറ്റേ ഐവറി, പക്ഷേ അങ്ങനെ ഐവറി പിസ്റ്റള് വരാറില്ലാന്ന് തോന്നുന്നു, ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. ബ്ലാക്കാണ് കാണുന്നത്. അതെ, ബ്ലാക്കാണ് കാണാറ്. സ്ക്രിപ്റ്റിലുണ്ട് ഐവറി പിസ്റ്റൾ എന്ന് പറയുന്നുണ്ട്, ഐവറി ഷോർട്ട് ഗൺ എന്നും പറയുന്നുണ്ട്. അത് ഇതും ബ്ലാക്ക് ആയിരുന്നു, നമ്മൾ ഐവറി ആക്കിയതാണ്. അതെ, പിന്നെ കെയുടെ ഒരു ഹെലികോപ്റ്ററിലുണ്ട്. അത് ഈ പോസ്റ്റേഴ്സ് റിലീസ് ചെയ്ത സമയത്ത് ആ ഒരു ബ്രില്യൻസുകളെ കുറിച്ചുള്ള ടോക്കുകളൊക്കെ കണ്ടിരുന്നു. കെ എന്നുള്ളത് പലയിടത്തും കണ്ട ആളുകൾ ഖുറേഷി ഇബ്രാഹിമിനെ കുറിച്ചുള്ള ടോക്കുകൾ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. ഇതിലും ലാലേട്ടൻ്റെ ഒരു മോതിരമുണ്ട്, അത് ഈ പറഞ്ഞ പോലെ സിനിമയിലും വളരെ പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആകുന്നു. ബട്ടർഫ്ലൈ റിംഗ്. അതെ, ആ റിംഗ് നിങ്ങളുടെ പ്രോപ്പർട്ടി പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾ ഇല്ല, നമുക്ക് അതിനകത്ത് റോളൊന്നുമില്ല. ചില മറ്റേ അത്തരം ഏരിയകൾ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സുജിത് ടീമാണ്, കോസ്റ്റ്യൂംസിന്റെ മൊത്തം ഏരിയയാണ്, കോസ്റ്റ്യൂമും ഓർണമെന്റ്സും എല്ലാം അവരുടെ ഏരിയയാണ്. ഫസ്റ്റ് ഹാഫ് മൊത്തം കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ ഏറ്റവും അധികം ആളുകൾ കാത്തിരിക്കുന്ന ഒരു മൊമെന്റ് വരുന്നത്. അതായത് ഖുറേഷിയുടെ എല്ലാം കഴിഞ്ഞ് സ്റ്റീഫനായി വരുന്നൊരു മൊമെന്റ് ഉണ്ട്. അതായത് കറുത്ത ഷർട്ടും ഫോറസ്റ്റ് ഫൈറ്റ് എല്ലാ മോഹൻലാൽ ഫാൻസുകാരും ആഗ്രഹിക്കുന്ന പീക്കിൽ ഇപ്പൊ വരും അപ്പോൾ വരികയാണ്. ഇപ്പോൾ കൈയടിയും ഭയങ്കര കരഘോഷമാണ് മൊമെന്റ്. അതിലാണെങ്കിൽ ഒരു വലിയൊരു ഫോറസ്റ്റ് കത്തുന്നു, അതിന്റെ ഇതിലൂടെ ഒരു മരം കത്തുന്നതിന്റെ ഇവിടെ നിന്ന് ലാലേട്ടൻ കാണിക്കുന്നു. ആ ഒരു സീൻ ഒരുക്കിയതിന്റെ ഒരു ഓർമ്മകൾ. ഒരു 20+ ഡേയ്സ് ഷൂട്ട് വരുമെന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആയിരുന്നു അത്. അല്ല, അതിന് നൈറ്റുമാണ്. അതെ, അത് നൈറ്റുമാണ്. അപ്പം നമ്മളത് ഫോറസ്റ്റ് നമ്മൾ ഒരു ഫ്ലോറിൽ സെറ്റ് ഇട്ടാലോ എന്നുള്ളൊരു പ്ലാൻ നമ്മളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ സെറ്റ് ഇട്ടാൽ പോലും നമുക്ക് ഒരുപാട് ഗ്രാഫിക്സ് അതിനകത്ത് വരും. നമ്മളിപ്പോൾ ഫ്ലോറിനകത്ത് ഇപ്പോൾ വെച്ചാൽ നൈറ്റ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ്. അപ്പം പിന്നെ ഇപ്പോൾ 22 ഡേയ്സ് ലാൽ സാറിനെ വെച്ചിട്ട് നൈറ്റ് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് നൈറ്റ് അപ്പം ഫ്ലോറിൽ സെറ്റ് ഇടാണെങ്കിൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം രാവിലെ ഒരു 6 o'clock എല്ലാവരും അസംബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 8 o'clock ഒക്കെ ആകുമ്പോൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമുക്കൊരു 9:30 വരെ അല്ലെങ്കിൽ 10 o'clock വരെ ഷൂട്ട് പോകാൻ പറ്റും. നമുക്ക് നൈറ്റും ഡേയും അവിടെ പോകാൻ പറ്റും. പക്ഷേ ഔട്ട്ഡോർ വരുമ്പോൾ സമയത്ത് നമ്മൾ ഒരു സൺസെറ്റിൽ തുടങ്ങിയിട്ട് സൺറൈസിൻ്റെ മുൻപ് തീർക്കണം. ഒരു ദിവസം അത്രയും നമുക്ക് ആ ടൈം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലോറിലേക്കും ചെയ്താലോ എന്നുള്ള. അപ്പം ഫ്ലോറിൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെൻസ് വെച്ചിട്ട് പിന്നെ ആ ഒരു എക്സ്പെൻസും പിന്നെ അഡീഷണൽ ഗ്രാഫിക്സ് വേണം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ലിമിറ്റേഷൻ വരും. നമുക്ക് ഇത്ര ഏരിയയിൽ തന്നെ ഷൂട്ട് ചെയ്ത് ഫ്ലോറിലുള്ള സ്ഥലത്തിലേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ ഓട്ടവും പരിപാടിയും കാര്യങ്ങളും ഒക്കെ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചേഞ്ച് ചെയ്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒറിജിനൽ ഒരു ഫോറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഒരു ഫോറസ്റ്റ് കണ്ടെത്തിയിട്ട് അതിനകത്ത് തന്നെ അപ്പം നമ്മളിപ്പം ഫോറസ്റ്റ് കണ്ടെത്തിയപ്പം നമുക്ക് അവിടേക്ക് ഷൂട്ട് ചെയ്യാനുള്ളൊരു സ്പേസ്, അവിടെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് വേണം. അപ്പോൾ അവിടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും എത്തണം. അപ്പോൾ ലൈറ്റ് ചെയ്യാനുള്ള എന്താ പറയുക ക്രെയിനും, അത് നമ്മൾ ക്രെയിനിലൊക്കെ വെച്ചിട്ടാണ് ലൈറ്റിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ക്രെയിനിലെല്ലാം ഫോറസ്റ്റിലൂടെ പോകണം. അപ്പോൾ നമുക്ക് ഒരു കംഫർട്ട് സ്പേസ് നമുക്ക് കിട്ടിയപ്പം അവിടെ നമുക്ക്
മറ്റേ ഇപ്പോൾ ഈ കത്തിക്കാനുള്ള നമ്മൾ ഉണ്ടാക്കുന്ന മരം കത്തിക്കുമ്പോൾ അടുത്ത മരത്തിന് ഫയർ പിടിക്കാൻ പാടില്ല. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒരു ഡിസ്റ്റൻസിൽ ഒരു നല്ലൊരു സ്പേസ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലം കണ്ടെത്തിയപ്പോൾ നമുക്ക് കുറച്ചുകൂടി മരങ്ങളുടെ കുറച്ച് കുറവുണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളൊരു 16ഓളം മരങ്ങളും വള്ളിപ്പടർപ്പുകളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഒരെണ്ണം മരം കത്തിക്കാൻ വേണ്ടിയിട്ടും ഉണ്ടാക്കി. ഒരു മരം കത്തിക്കാനും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അടുത്ത് നമ്മളുടെ തന്നെ മരങ്ങൾ വേറെ അഡീഷണൽ വെച്ച് കൊടുത്തിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്താ പറയുക, ഒരു മാസത്തോളം എടുത്തു ആ ഫയർ ആ ഒരു ഫോറസ്റ്റും ഈ ഒരു മരമൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്കത് നമ്മൾ ഉദ്ദേശിച്ച മാതിരി പെട്ടെന്ന് ഷൂട്ട് തീർന്നു. എനിക്ക് ഒരു 15-16 ദിവസം കൊണ്ട് ഷൂട്ട് തീർന്നു. ഫുൾ നൈറ്റ് തന്നെയായിരുന്നു ഷൂട്ട്. ഫുൾ നൈറ്റ്. ഈ ലൂസിഫറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, ഒരു പള്ളിയുണ്ട്. ഇപ്പോൾ എമ്പുരാനിലേക്ക് വന്നാലും ആ പള്ളി നമുക്ക് പക്ഷെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. അതായത് ലൂസിഫർ കഴിഞ്ഞ പറഞ്ഞാൽ ആ പള്ളിയൊക്കെ റിനോവേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ആ എക്സാക്ട് ലൊക്കേഷൻ തന്നെയാണോ ഇപ്പോഴും? അതെ. ആദ്യം അവർ തരില്ല എന്ന് പറഞ്ഞു, തരാൻ പറ്റില്ല. അവിടെ നമ്മൾ ആ ലൂസിഫർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സംതിങ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്, അത് കാരണം ഇനി തരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുടെ എന്തൊരു ആയാലും പൊതുജനം പലവിധമാണല്ലോ. എമ്പുരാനിലേക്ക് വരുമ്പോൾ അതിൻ്റെ പെർമിഷന് വേണ്ടിയിട്ട് വീണ്ടും സമീപിച്ചപ്പം അവിടുന്ന് സംഘടനക്കാരും തിരുമേനി അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് അപ്പം നമ്മൾ പല വഴിക്കും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത് ഇത് സെറ്റ് ഇട്ടാലോ. അപ്പോൾ എനിക്ക് നമ്മളെ ഷൂട്ടിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആയി, പിന്നെ മറ്റേ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക്. അപ്പോൾ എങ്ങനെയും അത് ഒറിജിനൽ തന്നെ ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു ഇല്ല. അപ്പം ഞാനും നമ്മുടെ ആശീർവാദിൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട് സജി ജോസഫും ഞാനും കൂടി ചെന്നിട്ട് പിന്നെ നമ്മുടെ പള്ളിയിലച്ഛനെ പോയി കാണുന്നു, അവരോട് സംസാരിക്കുന്നു. അതിനുശേഷം സംഘടനാ സമിതിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറി എന്നൊരു മെയിൻ ആളുണ്ട്, പുള്ളിനെ പോയി കാണുന്നു. അങ്ങനെ അവർ പറയുന്ന ഓഫർ സ്വീകരിച്ചുകൊണ്ട് ഇപ്പം ഓടൊക്കെ മാറ്റിയിട്ട് നമ്മൾ പിന്നെ ഷീറ്റാക്കി കൊടുത്തു. പിന്നെ കുറച്ച് വേറെ മറ്റേ ഡോറ് മാറ്റി കൊടുത്തു, ഗ്ലാസും മറ്റേ വിൻഡോസും കുറേ പോയിരുന്നു, അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. കോമ്പൗണ്ടൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആക്കി കൊടുത്തു. അങ്ങനെ കുറച്ചും കൂടി അന്നത്തേക്കാൾ അന്ന് പിന്നെ റൂഫ് മാത്രം ക്ലിയർ ചെയ്തായിരുന്നു. അതിന് കഴുക്കോലും പട്ടിയെല്ലാം മാറ്റിയിട്ട് മരം തന്നെ വെച്ചിട്ട് റൂഫ് ഇടായിരുന്നു. ഇപ്പം പിന്നെ ട്രസ് ചെയ്തിട്ട് ഷീറ്റ് ഇടാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ L3 വരുമ്പോൾ അടുത്ത ചലഞ്ച് ആകും. അറിയില്ല. L3 ഇതുണ്ടെങ്കിൽ പെട്ടുപോകും. വീണ്ടും നമ്മൾ ചെന്ന് ചോദിക്കണമല്ലോ, ഓരോ തവണ വരുന്നു റിനോവേറ്റ് ചെയ്യുന്നു. എനിവേസ് ഇപ്പോൾ ലൂസിഫറിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമയിൽ പറഞ്ഞ പോലെ എല്ലാം തന്നെ ഒട്ടുമുക്കാലും കേരളത്തിൽ തന്നെ സെറ്റ് ചെയ്ത് വളരെ കുറച്ച് ഷോട്ട്സ് അല്ലെങ്കിൽ കുറച്ച് സീൻസ് മുംബൈയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ മുംബൈയിൽ ചെയ്യുന്ന സീൻസ് എന്ന് പറയുന്നത് ഒരു ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ചേരി പോലെ ഒരു സ്പേസിലാണ്, സ്ലം ഏരിയയിലാണ് ചെയ്യേണ്ടി വരുന്നത്. ഒരു ആർട്ട് ഡയറക്ടർ എന്ന അല്ലെങ്കിൽ അത് എത്രത്തോളം ചാലഞ്ചിങ് ആയിരുന്നു? ഇല്ല, നമ്മളെ ചില അത് ആ ഇപ്പം ലൂസിഫറിൻ്റെ കാര്യമില്ല, ലൂസിഫർ ആ ക്ലൈമാക്സ് ഫൈറ്റ് ഒക്കെ നടക്കുന്നത് ഇത് ആ സ്ലം നമ്മൾ ശരിക്കും ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ നോക്കിയായിരുന്നു. നമുക്ക് പറഞ്ഞ ഈ ഷൂട്ടിംഗ് കംഫർട്ടായി കിട്ടും ഒറിജിനൽ. അപ്പം നമ്മുടെ മനസ്സിൽ ഒറിജിനൽ ഒരു സ്ലം കിട്ടുകയാണെങ്കിൽ നല്ലതെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ബോംബെയിൽ ഒറിജിനൽ ഒരു സ്ലമ്മിൽ ഷൂട്ടിംഗ് ലാൽ സാറിനെ പോലെ ഒരാളെ കൊണ്ട് പോയി ഷൂട്ടിംഗ് നടക്കില്ല. പിന്നെ വിവേക് ഒബ്രോയ് വരുന്നുണ്ട്, വിവേകിനെ കൊണ്ട് നടക്കുമ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ആൾ കൂടുതൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റിട്ട് ഷൂട്ട് ചെയ്യുന്നതും ഒരു നാച്ചുറൽ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യുന്നതും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളത് മൊത്തം ചിലപ്പോൾ റീഷൂട്ട് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ആ പോർഷൻ വീണ്ടും സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് നമ്മൾ ചെന്നൈയിലൊക്കെ പല ഏതെങ്കിലും ഒറിജിനൽ സെറ്റായിട്ടുള്ള സ്ലമ്മുകളൊക്കെ നോക്കിയിരുന്നു. പക്ഷേ നമുക്കൊന്നും അങ്ങോട്ട് വർക്കാവുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് നമ്മൾ എന്തായാലും ഒറിജിനൽ സ്ലമ്മ് നോക്കാം, ബോംബെയിൽ നിന്ന് പോയി നോക്കാം, ആ ഷൂട്ട് ചെയ്യാൻ പറ്റും നോക്കാം പറഞ്ഞിട്ട് ഞാനും ഭാവിയുടെയും ആദ്യം ഫസ്റ്റ് ഞങ്ങൾ മറ്റേ ബോംബെ ഇതൊന്നും അപ്പോൾ 2-3 സ്ലമ്മുകൾ ഞങ്ങൾ പോയി നോക്കി. അന്തേരി, പിന്നെ മറ്റേ ധാരാവി, അങ്ങനെ കുറേ സ്ഥലങ്ങൾ പോയി നോക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ സ്ലമ്മ് പോയി നോക്കിയിട്ട് അപ്പം നമുക്ക് ചില സ്ലമ്മ് ഭയങ്കര എന്താ പറയുക കൺജസ്റ്റഡ് ആയിരിക്കണം, അപ്പോഴേ ആ സ്ലമ്മിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ. പിന്നെ അത് എല്ലാം സിംഗിൾ ഫ്ലോർ. ഇപ്പോൾ അവിടെ ആ സ്ലമ്മിലൊക്കെ കുറച്ചും കൂടി ഡബിൾ ഫ്ലോർ ബിൽഡിംഗ് വീടുകളൊക്കെ ഉണ്ട്. പക്ഷേ ഒക്കെ എല്ലാം ഒരു മറ്റേ 200 സ്ക്വയർ ഫീറ്റ്, 300 സ്ക്വയർ ഫീറ്റ്, 400 സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ഹെവി വീടുകളാണ്, വലിയ വീടുകളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു സ്ഥലം. അപ്പം നമ്മൾ അങ്ങനെ ആ സ്ഥലം നോക്കിയിട്ട് നമ്മൾ അതിനകത്ത് സ്ലമ്മിനകത്തുള്ള അഡ്ഡ എന്നാണ് പറയുന്നത്. അതിനകത്ത് ആ അഡ്ഡ അവിടെയാണ് നമ്മുടെ വേവ്രവന്നിട്ട് ആ ക്യാഷ് ഡീലിങ്ങൊക്കെ സംസാരിക്കുന്നതും. മറ്റേ ബോബി ഒരു ഫെയ്ദൂറായിട്ടൊരു നമ്മൾ പറഞ്ഞ ആ ഒരു സാധനം സംസാരിക്കുന്നതും. അപ്പോൾ അതിനുള്ളൊരു സ്ഥലം കൂടി കിട്ടുമോ നോക്കുകയാണ് നമ്മൾ. അപ്പോൾ അത് അന്വേഷിച്ച് അങ്ങനെ നടന്നപ്പോഴാണ് ഒരു ഫോർട്ട് ഉണ്ട്, ചെറിയൊരു ഒരു ഫോർട്ട് ഉണ്ട് അവിടെ. ആ സ്റ്റെപ്പും വരെയില്ല. ഞങ്ങൾ സ്റ്റെപ്പ് കയറി, ഞാൻ അതിൻ്റെ സ്റ്റെപ്പ് കയറി മുകളിലെത്തിയിട്ട് ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയപ്പം സംഭവിച്ചാൽ ബോംബെ താഴെ സ്ലമ്മ് കാണാം. പിന്നെ അതിൻ്റെ എവയിൽ ഒരു എന്താ പറയുക സ്കൈ ലൈനിൽ ഫുൾ ബോംബെ സിറ്റിയുടെ വലിയ ബിൽഡിങ്ങും, അതായത് മറ്റേ ഈ ഫോർട്ടും ഒരു സ്ലമ്മും ഒരു ഭയങ്കര ഒരു ബിസിനസ് ഏരിയയും ഭയങ്കര വലിയൊരു ഏരിയയും. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ഒരു സമയം പറയുമ്പോൾ അവിടെ തോന്നുന്നു നമുക്ക് ഇവിടെ സെറ്റ് ഇട്ടാലോ അഡ്ഡാന്ന് പറയുന്ന സാധനം തോന്നുന്നു.
അപ്പം അപ്പം പറഞ്ഞു അത് പെർഫെക്റ്റ് സ്ഥലമാണ്, അത് ഭയങ്കര. അപ്പോൾ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മറ്റേ ലൂസിഫറിലൊരു ഏറ്റവും നല്ല ലൊക്കേഷൻ ഏതാ വെച്ചാൽ ഞാൻ അതാണെന്ന് പറയുന്നത്. അവിടെ കുറച്ച് ഡ്രോൺ ഷോട്ട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്, അതൊക്കെ കുറച്ച് പ്രശ്നം സ്ലം ഏരിയയിലൊക്കെ ഷൂട്ടിംഗ് പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, അത് ചില മറ്റേ നമുക്ക് അവിടുന്ന് സ്ലം ഏരിയയിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അവിടുന്ന് തന്നെയുള്ള മറ്റേ അവിടുത്തെ ലൊക്കേഷൻ അവിടുത്തെ പ്രൊഡക്ഷൻ ടീം അവിടെ തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു, ആ സ്ലമ്മിൽ തന്നെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഷൂട്ടിൻ്റെ കൂടെ ആണെങ്കിൽ പിന്നെ നമ്മുടെ വീട്ടിൽ അതേമാതിരിയുള്ള ഭയങ്കര കംഫർട്ടായിരുന്നു. അവരോട് ഇപ്പോഴും നല്ല കോൺടാക്ട് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ചോദിക്കാം, ഇപ്പോൾ ആ സീൻസിലും അല്ലാത്തപ്പോഴും വിവേക് ബ്രോയുടെ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ലൈറ്റർ, അതിപ്പോ എമ്പുരാൻ എത്തുന്നതിന് തൊട്ട് മുന്നേ ഡ്രാഗന്റെ അത് അന്നങ്ങനെ ഒരു ബ്രില്യൻസ് അല്ല, എനിക്ക് അത് ഓർമ്മയില്ലടോ സത്യം പറഞ്ഞില്ല. ഒരു സിപ്പോ ലൈറ്റർ വേണമെന്ന് പറഞ്ഞിരുന്നു. അതിനകത്ത് ഡ്രാഗൺ വേണോ വേണ്ടോ എന്ന് ചിലത് എന്തോ 2-3 സിപ്പോ ലൈറ്റർ നമ്മൾ സെലക്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഡയറക്ടറിനെ സെലക്ട് ചെയ്ത് അതിനകത്ത് ഡ്രാഗണിലാണ് പുള്ളി സെലക്ട് ചെയ്യുന്നത്. എങ്കിലും അതിന് ഇത്ര ബ്രില്യൻസ് ഒന്ന് അത്രയ്ക്ക് നിങ്ങളുടെ അറിയില്ല, പുള്ളി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്കറിയത്തില്ല, നമ്മളങ്ങനെ ചിന്ത പോയിട്ടില്ല. ഇപ്പൊ പക്ഷേ അത് കണക്ട് ചെയ്ത് വന്നിട്ട് അതിപ്പോൾ അത് എടുത്തിട്ട് ഉപയോഗിച്ച് തുടങ്ങി. അത് ഇങ്ങനെ മറ്റേ എമ്പുരാനിലെ ഡ്രാഗൺ ഈ ഡ്രാഗൺ ആണോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം ഡയറക്ടർക്ക് അങ്ങനത്തെ ഒരു പോയിന്റ് ഓഫ് ഉണ്ടായിരിക്കില്ല, എനിക്കറിയില്ല. ചിലപ്പോൾ ഡ്രാഗൺ കണ്ടപ്പോൾ പുള്ളിക്ക് ചിലപ്പോൾ അത് അങ്ങനെ കണക്ട് ചെയ്തോന്നും അറിയത്തില്ല. പക്ഷേ പുള്ളി അതിനെക്കുറിച്ച് അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അത് പുള്ളി മുന്നേ 3 കാണിച്ചപ്പോൾ ആയിരുന്നു സെലക്ട് ചെയ്ത് പുള്ളിയാണ്. ആസ് എ ഡയറക്ടർ, പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ ഡയറക്ടറായപ്പോൾ പൃഥ്വിരാജ് ഇപ്പം നടനൊപ്പം വർക്ക് ചെയ്തിട്ടുണ്ട്. 3 പടം വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പൃഥ്വിരാജ് എന്ന സംവിധായകൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഞാൻ നോക്കിക്കാണുന്നേക്കാൾ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അല്ല, പുള്ളി എന്ന് വെച്ചാൽ ഭയങ്കര ക്ലാരിറ്റിയാണ്. ഒരു ഏതൊരാൾക്കും വേണ്ടത്, ഇപ്പം എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും എന്ത് കാര്യത്തിനും ക്ലാരിറ്റിയാണ് ആദ്യം വേണ്ടത്. ആ ക്ലാരിറ്റിയുടെ കാര്യത്തിൽ എക്സ്ട്രീം ലെവലാണ് പുള്ളിക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത് വളരെ കറക്റ്റായിട്ട് അറിയാം. ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് പുള്ളിക്ക് അതിൻ്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത്, സ്ക്രിപ്റ്റ് നമ്മുടെ അടുത്ത് മറ്റേ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പുള്ളി അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ പറയും. അതായത് നമ്മൾ അവിടെ നിന്ന് എത്ര സ്റ്റെപ്പ് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു വാക്കിംഗ് ഡിസ്റ്റൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് മുതൽ ഇത്ര ദൂരം ഇത്ര സ്റ്റെപ്പ് വെക്കണം എന്നുള്ളത് പോലും പുള്ളി പറയും. അത്ര സ്റ്റെപ്പ് കഴിഞ്ഞിട്ടായിരിക്കണം അവിടെ എത്തേണ്ടത്, അത്ര ഡിസ്റ്റൻസ് വേണമെന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ അത് വളരെ ക്ലാരിറ്റിയായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആംഗിൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ ഇത്രയും മാത്രം സെറ്റ് ചെയ്താൽ മതി, ഇങ്ങോട്ട് വരില്ല, അത് പിന്നെ വരില്ല. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പൈസ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങോട്ട് അത്രയും ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കുന്നതാണ്. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ആ ഒരു പിന്നെ ഭയങ്കര അത്തരം ക്ലാരിറ്റിയുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം ഒരു ഫുൾ ഏരിയയൊക്കെ ഫുൾ സെറ്റ് ഇട്ടിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ പറ്റും. ഇവിടെ അതില്ല, നമുക്ക് പക്ക ക്ലാരിറ്റി. വിദേശ രാജ്യങ്ങളിൽ ലൊക്കേഷനിൽ ഷൂട്ട് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു ചാലഞ്ച്? അതായത് സാധനങ്ങൾ വാങ്ങിക്കുക? ഇല്ല, ഞാൻ ഒത്തിരി സിനിമകൾ, ഇപ്പം ഡയമണ്ട് നെക്ലസ്, പിന്നെ ഹരം എന്ന് പറഞ്ഞൊരു സിനിമ, ഡ്രാമ, പിന്നെ സ്പാനിഷ് മസാല, പിന്നെ ഒത്തിരി സിനിമകൾ ഞാൻ പുറത്ത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ സിനിമകൾ പോലെ ഇല്ല, ആ സിനിമകൾ എന്ന് വെച്ചാൽ നമുക്ക് അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ സിനിമയ്ക്ക് ഞാൻ അവിടെ പോയിട്ട് നമ്മൾ സെറ്റ് വർക്കുകൾ ചെയ്യേണ്ടി വന്നിട്ടില്ല. സെറ്റപ്പുകൾ ചെയ്യൽ നമ്മളിവിടുന്ന് പോകുന്നൊരു ക്രൂ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്നൊരു പരിപാടിയായിട്ടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇത് നമ്മളവിടുന്ന് എന്താ പറയുക, കാർപ്പൻറ്റേഴ്സിനെയും ഫോറിനറായിട്ടുള്ള കാർപ്പൻറ്റർ, ഫോറിനറായിട്ടുള്ള പെയിൻറ്റർ, ഫോറിനറായിട്ടുള്ള ആൾക്കാരെ ഹയർ ചെയ്തിട്ടാണ് നമ്മളതിലത് MI6 വാർ റൂം എന്ന് പറയുന്ന ഒരു ലൊക്കേഷനുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് അടിക്കുന്ന ഒരു ഫ്ലോറിനകത്താണ്. അത് പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മളെ ഡോറ് ഒരു ഒരു പാം സ്കാനറിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഒരു ബുക്ക് പുറത്ത് വന്നാൽ സ്കാൻ ചെയ്ത് ആ ഡോർ ഓപ്പൺ ആയിട്ട് പുള്ളി താഴേക്ക് ആ സെല്ലാറിലേക്ക് പോയിട്ടുള്ള ആ സ്പേസൊക്കെ നമ്മൾ സെറ്റ് ഇട്ടതാണ്. ആ സെല്ലാർ മുതൽ സെറ്റ് ഇട്ടാണ് ആ ആ ഷെൽഫ് ഉൾപ്പെടെ ഒരു 3 സെറ്റ് ഇപ്പം നമ്മൾ അതിനകത്ത് ആ ഒരു ഫ്ലോറിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒറ്റ ഫ്ലോറിൽ തന്നെ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം മറ്റു രാജ്യങ്ങളിൽ പോയി ഇത്തരം സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ അല്ല, നമ്മൾ നമ്മളുടെ നാട്ടിനെ അപേക്ഷിച്ച് നമ്മൾ ഇവിടുന്ന് കുറച്ച് ആൾക്കാർക്ക് വിസയ്ക്ക് കൊടുത്തിരുന്നു, UK വിസയ്ക്ക് കൊടുത്തിരുന്നു. പക്ഷേ UK വിസ അവർക്ക് കിട്ടിയില്ല. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 30+ ആൾക്കാർക്ക് കൊടുത്തിരുന്നു. 30+ ആൾക്കാർക്ക് കൊടുത്തിട്ട് ആകെ 2 പേർക്ക് വിസ കിട്ടിയുള്ളൂ. പക്ഷേ അവർ വിസ കിട്ടാത്തതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് വെച്ചാൽ അവർ അത്തരം മാൻ പവറുകൾ, സ്കിൽ വർക്കേഴ്സിനെ അവിടുന്ന് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ രാജ്യത്ത് നിന്ന് ആൾക്കാരെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരത് വിസ കൊടുക്കാത്ത തോന്നുന്നു. അപ്പം നമ്മൾ അവരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളിവിടുത്തെ ലേബർ ചാർജ് അവിടുത്തെ മാൻ പവർ ചാർജും തമ്മിൽ വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ എനിക്കൊന്ന് 8 അവർ വർക്കിനൊക്കെ 25,000 റേറ്റ് വരും അവർക്ക്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഒരു പൈസ എന്ന് പറയുന്നത് ഇപ്പം അവർ 1,500 അല്ലെങ്കിൽ 2,000 അങ്ങനെയുള്ളൊരു എബോവൊക്കെ അങ്ങനെ അവർ കാറ്റഗറി അനുസരിച്ചിട്ട് വേരിയേഷൻ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ 2,000 നിൽക്കും പരിപാടി. ഇത് 25,000 8 അവർ വർക്കിന് വരുന്നത്. അതിൻ്റെ ഒരു വേരിയേഷൻ നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസോ ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയകളോ പിന്നെ വേറെ നമുക്ക് എന്നറിയാം, അവരുടെ ഒരു വർക്കിംഗ് ടൈം അവർ ആ വർക്കിംഗ് ടൈമിലേ ചെയ്യുള്ളൂ. നമ്മുടെ ഇവിടുത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓവർ ടൈം പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ നിൽക്കാൻ പറഞ്ഞാൽ അവർ നിന്നോളും. അവർ നമ്മളുടെ കൂടെ സ്ഥിരം വർക്ക് ചെയ്യുന്ന നമ്മുടെ ആളുകളാണ്.
അപ്പം അവർക്ക് പറഞ്ഞാൽ നമ്മൾ നമുക്കിപ്പോൾ 27 ഷൂട്ട് വരുന്നത്, ഇപ്പോൾ 22 ആയി, ഇനി 5 ഡേയ്സിൻ്റെ ഉള്ളിൽ തീരില്ല, അപ്പോൾ നമ്മൾ നൈറ്റ് പോയാൽ പറ്റൂ, അല്ലെങ്കിൽ ആളെ കൂട്ടണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആളുകൾ കിട്ടും. അവിടെ നമുക്ക് ആളുകളെ പെട്ടെന്ന് വേണമെന്ന് പറഞ്ഞാൽ കിട്ടില്ല. അത് നമ്മളൊരു നൈറ്റ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നൈറ്റ് വർക്ക് ചെയ്യാൻ തയ്യാറല്ല. അവർ നിങ്ങൾ ഷൂട്ടിംഗ് മാറ്റിക്കോ, അതല്ലാതെ അവരുടെ ഒരു സിസ്റ്റം ഇട്ടിട്ട് അവർക്ക് ചെയ്യില്ല. അവരെ നമുക്ക് ഒരിക്കലും നമ്മൾ ഇവിടെ ഒന്ന് സ്പീഡിൽ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി, അതൊന്നും അവരുടേതായിട്ടുള്ളൊരു സ്പീഡ്, അവരുടേതായിട്ടുള്ളൊരു സേഫ്റ്റി നോക്കിയിട്ട് ചെയ്യുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ വെറുതെ ലാഡർ വെച്ചിട്ടും കയറിയിട്ട് പെയിൻ്റ് അടിക്കും. ഇവിടെ അവർ ചെയ്തില്ല, കറക്റ്റ് സ്കഫോൾഡിംഗ് ഒക്കെ ഇട്ട് സേഫ്റ്റി ബെൽറ്റൊക്കെ ഇട്ട് അതൊക്കെ പിൻ ചെയ്ത് അങ്ങനെ അതിൽ അവർ താഴെ വീണാൽ ഒന്നും പറ്റില്ലാത്ത രീതിയിൽ അതുമാതിരി ഹെൽമെറ്റൊക്കെ വെച്ച് ഭയങ്കര സിസ്റ്റമാണ് അവരുടെ സിസ്റ്റം. ശരിക്കും നമ്മുടെ അവിടെ ഇല്ല, അസിസ്റ്റൻ്റ് ഇല്ല നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയുക, ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ മിലിറ്ററി വന്ന് പാലം പണി തീർക്കുമ്പോഴുള്ള പരിപാടിയാണ് നമ്മുടെ പണികൾ. അതെ അതെ അതെ. വിദേശ ലൊക്കേഷനിലെ ഗൺസ് അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാത്തിനും ഇപ്പം എല്ലാ രാജ്യത്തും എവിടെ ഷൂട്ടിന് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും അവൈലബിൾ ആയിരിക്കും. ഇപ്പം ഹോളിവുഡ് സിനിമകളിലും ബ്ലാസ്റ്റിങ്ങും ഫയറിങ്ങും ഗണ്ണും പരിപാടിയും കാര്യങ്ങളും സെറ്റ് ഇടന്നിലും സെറ്റ് പൊളിക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാം അവൈലബിൾ ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് അറേഞ്ച് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു സിനിമ ഇപ്പം നമ്മൾ ഫിൻലാൻഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ എമ്പുരാൻ റിലീസൊക്കെ ആയിട്ട് നമുക്കത് വിസ കിട്ടിയില്ല. പക്ഷേ എനിക്ക് കിട്ടരുതേന്ന് പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. വിസ കിട്ടി കഴിഞ്ഞാൽ പിന്നെ റിലീസിനോട് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ ആ സിനിമയ്ക്ക് നമ്മൾ അവിടുത്തെ സെറ്റ് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ നമ്മൾ UK നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. അത് ശരി കോംപ്ലിക്കേഷൻ ആയിട്ട് അവിടെ അവൈലബിൾ അല്ല. അവിടെ സിനിമയുണ്ട്, നമുക്ക് ഇത്തരം അത് നമുക്ക് ഒരു പീരീഡ് ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു അവിടെ ചെയ്യേണ്ടത്. അതിനുള്ള പ്രോപ്പർട്ടീസ് അവിടെ അവൈലബിൾ അല്ലായിരുന്നു. അപ്പം അത് UK നിന്ന് കൊണ്ടുവരേണ്ട അങ്ങനെയുള്ള സംഭവിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ആ സ്ഥലത്തില്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരേണ്ടത്. എമ്പുരാൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എല്ലാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഷോപ്പുകളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഒരു ഷോപ്പിലും കയറി കഴിഞ്ഞാൽ എല്ലാം അവൈലബിൾ ആയിരിക്കും. ചില അങ്ങനത്തെ വുഡും പ്ലൈവുഡും മാണിയും ചെടികളും ഫ്ലവേഴ്സും എല്ലാം A to Z സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പുകളാണ്. ഐക്കിയ എന്നൊക്കെ പറഞ്ഞ ഷോപ്പുകൾ കണ്ടിട്ടുണ്ടോ? ഐക്കിയ ഹൈദരാബാദൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനത്തെ ഷോപ്പുണ്ട്, BNQ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പർച്ചേസ് ഭയങ്കര ഈസിയാണ് സംഭവം. ചിലപ്പോൾ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലും ഇന്ത്യയിലും ഷൂട്ട് ചെയ്യുന്നതിനേക്കാൾ ഈസിയാണ്. അവിടെ സാധനങ്ങളും അവൈലബിൾ ആകും, എല്ലാം പരിപാടിയും എല്ലാം അവിടെ എക്സ്പെൻസീവ് ആണ്. അതാണ് പ്രശ്നം. വാഹനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു അവിടെ? എല്ലാം ഹയർ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് സ്റ്റിക്കർ പ്രിന്റ് അടിച്ചുകൊണ്ടായിട്ട് നമ്മൾ സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട് അവിടെ സ്റ്റിക്കേഴ്സൊക്കെ എല്ലാം. അതെ അതെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞു, പടം റിലീസ് ചെയ്യുന്നു, ഫസ്റ്റ് ഡേ കവിതയിൽ പോയിരുന്നല്ലോ. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ക്രൗഡിനൊപ്പം വരുന്നത്? അയ്യോ ഭയങ്കര എന്നുവെച്ചാൽ നമ്മൾ ഫുട്ബോൾ കളി സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ടിട്ടുണ്ടോ? അത് ഭയങ്കര ഓളമല്ലേ നമ്മളവിടെ ഇരിക്കുമ്പോൾ. നമുക്ക് ടി വിയുടെ മുന്നിലിരുന്ന ഓളം കിട്ടില്ല. അത് തന്നെ ഫീൽ. തിയേറ്ററിലിരുന്ന സിനിമ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അത്രയും ക്രൗഡും അതിൻ്റെ ഒരു ലാലേട്ടനെ കാണിക്കുമ്പോൾ ആരോ നമ്മൾ തന്നെ ഭയങ്കര എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ. തിയേറ്ററിൽ സിനിമ ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയല്ലേ, സന്തോഷം ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നത്. ഈ സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാർ റെസ്പോൺസ് സിനിമ ഉണ്ട്. പല ആൾക്കാരും ഇപ്പം എക്സ്പെഷ്യലി ആ സെറ്റുകളുടെ കർഘോഷിനെ കുറിച്ചിട്ട് അതെവിടെയാണ് ചെയ്ത് അതുമാതിരി ആ ഗുജറാത്ത് ലാലേട്ടൻ്റെ ഇൻട്രോയ്ക്കുള്ള ഹെലികോപ്റ്റർ പരിപാടി, ബ്ലാസ്റ്റിങ് സാധനങ്ങൾ, അതിനെ കുറിച്ചിട്ടും ആളുകൾക്കും ഭയങ്കര ക്യൂരിയോസിറ്റിയായിട്ട് സിനിമയിലുള്ളവരും പുറത്തുള്ള ആളുകളും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹെലികോപ്റ്റർ നമ്മൾ സെറ്റിട്ടാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് ആളുകൾ പല ആൾക്കാരും വിളിച്ചു ചോദിച്ചു, അയ്യോ അത് ഭയങ്കര രസമായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു തന്നെ. ഒരുപാട് ആളുകളെന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആൾക്കാരും അല്ലാത്തവരുമായിട്ടുള്ള ആൾക്കാരും ഫിലിം ഡയറക്ടേഴ്സും പല ആൾക്കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വരുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? ഇപ്പോൾ നമ്മളൊരു 2-3 പരിപാടികൾ ഇങ്ങനെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഗോളം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടായില്ല, അവരുടെ അതേ സെയിം ടീമിൻ്റെ ഒരു ഹാഫ് എന്ന് പറഞ്ഞൊരു പരിപാടി. പിന്നെ നമ്മൾ ഇങ്ങനെ ഉജ്ജയിനി എന്ന് പറഞ്ഞിട്ട് ഹരിഹരൻ സാറിൻ്റെ ഒരു പരിപാടി, നമ്മുടെ കുന്നപ്പള്ളി വേണു സാറാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ തോട്ടം എന്ന് പറഞ്ഞിട്ട് പെപ്പെ, കൃതി സുരേഷ്, അങ്ങനെ ഒരു പരിപാടി, ഋഷി ശിവകുമാർ എന്ന് പറഞ്ഞിട്ട് പുള്ളിയും തെറ്റി പടമല്ലേ, അതിൻ്റെ ഡയറക്ടർ പുള്ളിയോട് പറഞ്ഞു. അതാണ് ഇപ്പോഴത്തെ കറൻ്റ് ഒരു 3 പരിപാടികൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 വേറെ പരിപാടികളും സംസാരിച്ച് വെച്ചിട്ടുണ്ട്. വേണുസാറിനോട് ഇപ്പം 3ാമത്തെ ഫിലിം ആയിരിക്കും മാമങ്കം 2018. ഓക്കെ. അപ്പോൾ എന്താ പറയുക, ഒരു സിനിമ മൊത്തത്തിൽ വമ്പനൊരു പടത്തിൻ്റെ ഒരു വലിയൊരു പാർട്ടായൊരു എന്താ പറയുക, അല്ല ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്കത്. വെച്ചാൽ ഇത്രയും വലിയൊരു സിനിമ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇനിയിപ്പം നമുക്കൊരു വലിയൊരു സിനിമ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഈസിയായിട്ട് ചില വലിയൊരു സിനിമ എന്ന് പറഞ്ഞാൽ മിക്കപ്പോഴും ചിലപ്പോൾ ഒരു മാസ്റ്റർ ലൊക്കേഷനിൽ ഒതുങ്ങി നിൽക്കുന്ന സിനിമയായിരിക്കും. ചിലപ്പോൾ ഹൈദരാബാദ് മാത്രം നിൽക്കുക, കേരളത്തിൽ മാത്രം നിൽക്കുക എന്നൊക്കെ പറഞ്ഞൊരു സിനിമയായിരിക്കും. ഇപ്പോൾ മാമാങ്ങൊക്കെ കേരളത്തിൽ മാത്രം നിൽക്കുന്ന സിനിമയാണ്, വലിയ സിനിമയാണ്. പക്ഷേ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ വേൾഡ് പരിപാടി ആയതുകൊണ്ട് നമുക്ക് പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആണത്. ഇപ്പോൾ 2018 ആയാലും ശരി, ഒരു
ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രം നിൽക്കുന്നതാണ്. ആ അല്ല 2012 നോക്കുമ്പോൾ ഇപ്പം അതിൽ മറ്റെന്ന് പറയുക തിരുനെൽവേലി ഒരു ഏരിയ വരുന്നുണ്ടല്ലോ, ഡ്രൈ ലാൻഡ് എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട് ഏരിയ കാണിക്കുന്നുണ്ടല്ലോ. അത് മാത്രമേ കുറച്ച് ദൂരത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ ഏകദേശം ഒരു മറ്റേ വൈക്കത്തായിരുന്നു നമ്മുടെ മാസ്റ്റർ ലൊക്കേഷൻ, ടാങ്കും പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ FAC ടീം, പിന്നെ പരിസര പ്രദേശങ്ങൾ, ആലുവ, അങ്ങനെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാലടി ഭാഗത്തും. കുറച്ച് ഇവിടെ അങ്ങനെയല്ല, ഇതങ്ങനല്ല, ഇതിങ്ങനെ പരന്ന് പന്തലിച്ച് കിടക്കുന്ന പരിപാടിയില്ല. രാജ്യങ്ങൾ കടന്നുള്ള യാത്ര. അതെ അതെ അതെ. ഞാൻ ഒരു ഡൗട്ട് വെച്ചിട്ട് ഇപ്പം എത്ര നാൾ വേണ്ടി മൊത്തത്തിൽ ഈ ഒരു സിനിമയോടൊപ്പമുള്ള യാത്ര? എമ്പുരാൻ ഞാൻ 28 മാസം എടുത്തു ഈ സിനിമ എമ്പുരാന് വേണ്ടി. എൻ്റെ പ്രീ പ്രൊഡക്ഷൻ തൊട്ട് മൊത്തം 143 ദിവസം ഷൂട്ട് ചെയ്തു. ഇപ്പോൾ എന്താ പറയുക, എമ്പുരാൻ മലയാള സിനിമയുടെ എല്ലാ ഇതും കറുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതെ അതെ. നിങ്ങൾക്ക് ഇനി ഒരുപാട് ഇങ്ങനത്തെ വമ്പൻ പ്രൊഡക്റ്റ് ഇനി ഒരുക്കാൻ കഴിയട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.